എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കും അതുപോലെ തന്നെ സാധാരണ സ്കൂളുകളിലേക്കുമുള്ള സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷകൾ നാളെ വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ അപേക്ഷ ഓൺലൈനായിട്ട് നൽകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള വേക്കൻസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് സംസ്ഥാനത്തുള്ള ഏകദേശം 14ഓളം ഉള്ള ഈ ഒരു റെസിഡൻഷ്യൽ സ്കൂളിലെ വേക്കൻസി കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് SC ST എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത് കാണാം. അവിടെ നിങ്ങൾക്ക് SC എന്ന് പറഞ്ഞെടുത്ത് അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ ST ആണെങ്കിൽ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ ബോയ്സ് സ്കൂളാണോ ഗേൾസ് സ്കൂളാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആണ്. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിൽ ഏതൊരു വിദ്യാർത്ഥിക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ജനറൽ എന്ന് പറഞ്ഞുകൊണ്ട് വേക്കൻസി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ST ഗേൾസ് ST ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ സീറ്റ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, അതായത് ഏതൊരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള SC ST അല്ലാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ SC ST വിദ്യാർത്ഥികൾക്കും ജനറൽ കാറ്റഗറിയിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ കൃത്യമായിട്ട് വേക്കൻസി പരിശോധിക്കുകയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താമസിച്ച് പഠിക്കാൻ സാധിക്കുന്ന സ്കൂളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അപേക്ഷ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ MRSൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 5 മണിയല്ല 4 മണി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 3 മണിയല്ല 4 മണിക്കകം നിങ്ങളുടെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള അഡ്മിഷനായിട്ടുള്ള അതായത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ ഓഗസ്റ്റ് 8-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 7-നല്ല, അതായത് നിങ്ങൾക്ക് ഓഗസ്റ്റ് 8-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. ഓഗസ്റ്റ് 9-ന് രാവിലെ 9 മണിക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ള സ്കൂളിൽ അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ, അതായത് ഓഗസ്റ്റ് 9 രാവിലെ 10 മണി മുതൽ 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് അതുപോലെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ് അപേക്ഷയിൽ ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഫീസുമായിട്ട് പ്രവേശനത്തിനായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ വരുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൃത്യമായിട്ട് മനസ്സിലാക്കി അഡ്മിഷൻ കിട്ടും എങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അഡ്മിഷനായിട്ട് പോകാവുന്നതാണ്. അപ്പോൾ അന്നേ ദിവസം, അതായത് ഓഗസ്റ്റ് 9-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് തന്നെ എത്തേണ്ടതാണ്. 12 മണിക്ക് ശേഷം വന്നാൽ അഡ്മിഷൻ നൽകുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.